വെല്ലൂർ കോട്ടയെയും അവിടത്തെ ജലനിശ്വര ക്ഷേത്രത്തെയും കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനടുത്തു തന്നെ ചരിത്രത്തിൽ അധികം രേഖപ്പെടുത്തപ്പെടാതെ പോയ, എന്നാൽ ഭക്തിയുടെയും സാഹോദര്യത്തിന്റെയും വലിയൊരു ലോകമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുമല്ലോ. ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഒന്നു മാത്രം മനസ്സിലാക്കാം: കാലം ഒരുപാട് മാറിയിട്ടും രാജാക്കന്മാർ വരികയും പോവുകയും ചെയ്തിട്ടും ഇവിടെ ഒഴുകുന്ന ഈ സമാധാനത്തിന് മാത്രം മാറ്റമില്ല. വെല്ലൂർ കോട്ട കാണാൻ എത്തുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരിടം തന്നെയാണ് മക്കാൻ ദർഗ. മക്കാൻ ദർഗയുടെ വളർച്ചയിൽ ആർക്കോട്ട് നവാബുമാർക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് നവാബ് മുഹമ്മദ് അലി വല്ലാജ. അദ്ദേഹം അബ്ദുൽ ലത്തീഫ് ബിജാപൂരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വലിയൊരു അനുയായിയായിരുന്നു. രാജകൊട്ടാരത്തിലെ ആഡംബരങ്ങളെക്കാൾ തങ്ങളുടെ ലളിതമായ മക്കാനിലെ ആത്മീയ സദസ്സുകൾക്കാണ് നവാബ് മുൻഗണന നൽകിയിരുന്നത്. ഇന്നും അക്കാലത്തെ രാജകീയമായ ചില നിർമ്മാണ രീതികൾ ഇവിടെ കാണാൻ സാധിക്കും. ദക്ഷിണേന്ത്യയിലെ ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ വെല്ലൂർ ഒരു പ്രധാന കേന്ദ്രമാണ്. ബിജാപൂരിൽ നിന്നും പേർഷ്യയിൽ നിന്നും എത്തിയ സൂഫി വര്യന്മാർ ഇവിടെയാണ് താവളമടിച്ചത്. അവർ ജനങ്ങളെ സ്നേഹത്തിലൂടെയും ആത്മീയതയിലൂടെയും ഒരുമിപ്പിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അന്നം നൽകിയിരുന്ന ലങ്കർ സൗജന്യ ഭക്ഷണം സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നു. മക്കാൻ വെറുമൊരു ദർഗ മാത്രമല്ല, അതൊരു ഖാൻഖ കൂടിയായിരുന്നു. സൂഫികൾക്ക് താമസിക്കാനും ആരാധനകൾ നടത്താനും യാത്രക്കാർക്ക് അഭയം നൽകാനുമുള്ള ഇടമായിരുന്നു ഇത്. അബ്ദുൽ ലത്തീഫ് തങ്ങളുടെ കാലശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഈ പാരമ്പര്യം ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. ഓരോ തലമുറയും ഈ ആത്മീയ ജ്ഞാനം കൈമാറി വരുന്നു. മക്കാൻ ദർഗയിലെ വാർഷിക ഉറൂസ് വെല്ലൂരിലെ തന്നെ വലിയൊരു ഉത്സവമാണ്. ആ സമയത്ത് ദർഗയും പരിസരവും വിളക്കുകളാൽ അലങ്കൃതമാകും. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ അന്ന് അവിടെ ഒത്തുചേരുന്നു. ഇത് കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് വെല്ലൂരിലെ സൗഹൃദത്തിന്റെ ഒത്തുചേരൽ കൂടിയാണ്. കല്ലിൽ കൊത്തിയെടുത്ത തൂണുകളും മനോഹരമായ മുറ്റവും ഇന്നും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സിമന്റോ ആധുനിക യന്ത്രങ്ങളോ ഇല്ലാതെ നിർമ്മിച്ച ഈ കെട്ടിടം ഇന്നും ശക്തമായി നിലകൊള്ളുന്നത് അത്ഭുതകരമാണ്. ദർഗയ്ക്കുള്ളിലെ പ്രശാന്തത വെല്ലൂർ നഗരത്തിലെ തിരക്കുകളെ മറക്കാൻ നമ്മെ സഹായിക്കും. ओ मेरे माँ नूरे इलाही